ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ സ്കൂളെല്ലാം തുറന്നു കേട്ടോ. 2 മാസത്തെ വെക്കേഷന് ശേഷം നമ്മുടെ അപ്പുണ്ണി ഇന്ന് സ്കൂളിലേക്ക് പോകാൻ വേണ്ടി പോവാണ്. സ്കൂൾ തുറക്കാന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ സങ്കടമായത് എനിക്കാണ് കേട്ടോ. വേറെ ഒന്നും കണ്ടല്ല. അപ്പുണ്ണി ഇനി കുറച്ച് നേരം നമ്മളിവിടെ വീട്ടിലുണ്ടാവുള്ളൂ. കാരണം രാവിലെ 8:30 ആകുമ്പോൾ അപ്പുണ്ണി പോകും, പിന്നെ 5 മണിയാകും വരാൻ കേട്ടോ. അപ്പോൾ കൂടുതൽ നേരം അവന് ഇനി സ്കൂളിലായിരിക്കും. അപ്പോൾ അവനെ നന്നായി മിസ് ചെയ്യും. ഇവിടെയാണെങ്കിൽ കുറച്ച് വികൃതിയൊക്കെ കളിച്ച് എൻ്റെ കൂടെ തന്നെയായിരുന്നു ഈ 2 മാസം. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ സ്കൂളിലേക്കൊക്കെ പോകാമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് എന്തൊരു വിഷമമൊക്കെ വരുന്ന പോലെ ആയിട്ടോ. അങ്ങനെ ഞാൻ അവനെ പതുക്കെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടി നോക്കുകയാണ്. നമ്മുടെ കുഞ്ഞുണ്ണിയുടെ മേത്ത് കാലൊക്കെ ഇട്ടിട്ടായിരുന്നു നമ്മുടെ അപ്പുണ്ണി കിടന്നുകൊണ്ടിരുന്നത്. അവർ രണ്ടാളും അങ്ങനെയാണ് കേട്ടോ, അങ്ങോട്ടും കൂടെ കാലൊക്കെ ഇട്ടിട്ടാണ് കിടക്കുക. അപ്പോൾ അപ്പുണ്ണിൻ്റെ അടുത്ത് ആദ്യം പോയപ്പോൾ അവന് എഴുന്നേൽക്കാൻ വലിയ താല്പര്യം കാണിച്ചില്ല. അപ്പോൾ ഞാൻ നേരെ അടുക്കളയിലേക്ക് വന്നപ്പോൾ അമ്മ ഇവിടെ ദോശയൊക്കെ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. 8:30 ആകുമ്പോഴത്തേക്കും നമ്മുടെ അപ്പുണ്ണിയുടെ ബസ് വരും കേട്ടോ. അതിന് മുമ്പ് അവനെ കുളിപ്പിച്ച് ഭക്ഷണം എല്ലാം കൊടുത്ത് നമുക്ക് അവനെ സെറ്റാക്കി സുന്ദരക്കുട്ടപ്പനാക്കി ഒന്ന് നിർത്തണം കേട്ടോ. ഇന്ന് എന്തായാലും ഉച്ചവരെ ക്ലാസ് ഉണ്ടാവുള്ളൂ എന്ന് നമുക്ക് നേരത്തെ ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ചായ, അതുപോലെ തന്നെ ദോശയും, ഇന്നലെ രാത്രി നമ്മൾ ചിക്കൻ കറി ആയിരുന്നു വെച്ചിരുന്നത് കേട്ടോ. അതൊക്കെ ചൂടാക്കിയിട്ട് അമ്മ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പുണ്ണീനൊന്ന് എഴുന്നേൽപ്പിച്ച് അവനെ കുളിപ്പിച്ച് പല്ലെല്ലാം തേപ്പിച്ച് എന്താ പറയുന്നത് നല്ല ഒരുക്കി ഭക്ഷണമെല്ലാം കൊടുത്ത് സെറ്റാക്കി നിർത്താനുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് കോഴി കൂവുന്നുണ്ട്, എല്ലാവരും ഒന്ന് ക്ഷമിക്കണേ. പിന്നെന്താണ്, അപ്പോൾ നമ്മൾ അടിപൊളി ചിക്കൻ കറി ആയിരുന്നു. നല്ല എരിവുണ്ടായിരുന്നു ചിക്കൻ കറിക്ക്. ഞാനായിരുന്നു ചിക്കൻ കറി വെച്ചത്. അതുകൊണ്ട് ഞാൻ പിന്നെയും വീഡിയോയിൽ ഇങ്ങനെ എടുത്ത് കാണിക്കുന്നത്. അങ്ങനെ ബാഗിലേക്ക് വേണ്ട അത്യാവശ്യം സാധനങ്ങളെല്ലാം ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ബുക്കെല്ലാം കൊടുത്തിട്ടാണ് ടീച്ചർ പറഞ്ഞിട്ടുണ്ട്. ബുക്കെല്ലാം അവിടെ സ്കൂളിൽ തന്നെ വാങ്ങി വെക്കും കേട്ടോ. അപ്പോൾ ഇന്ന് ഫസ്റ്റ് ഡേ തന്നെ നമ്മളോട് ടീച്ചർ പറഞ്ഞ് ബുക്കെല്ലാം കൊടുത്ത് വിടണമെന്ന്. അങ്ങനെ എല്ലാം അപ്പുണ്ണിയുടെ ബുക്കെല്ലാം പൊതിഞ്ഞു. അതുപോലെ തന്നെ നെയിം സ്ലിപ്പൊക്കെ ഒട്ടിച്ചു, പേരെല്ലാം എഴുതി നമ്മൾ ബാഗിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ സ്കെയില്, പെൻസില്, റൈസർ, കട്ടർ എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ അപ്പുണ്ണീൻ്റെ അടുത്ത് വീണ്ടും വന്നിട്ടുണ്ട്. ഞാൻ എഴുന്നേൽപ്പിക്കാനുള്ള പുറപ്പാടിലാണ് കേട്ടോ. എനിക്കാണെങ്കിൽ ഭയങ്കര സങ്കടം. അവനെ എങ്ങനെ എഴുന്നേൽപ്പിക്കും? പാവം എൻ്റെ കൊച്ച് നല്ലോണം കിടന്നുറങ്ങുകയാണ്. അപ്പോൾ വെക്കേഷൻ ആയ സമയത്ത് 10-10:30 വരെയും 11 മണി വരെയൊക്കെ കിടന്നുറങ്ങാറുണ്ട് കേട്ടോ. അപ്പോഴേ എന്നോട് ഏട്ടൻ പറയാറുണ്ട് അങ്ങനെ ശീലിപ്പിക്കേണ്ട, അവന് സ്കൂൾ തുടങ്ങുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാവുന്നിട്ട് എന്നെ ചീത്ത പറയാറുണ്ട്. ഞാൻ 2 ഉമ്മയൊക്കെ കൊടുത്തിട്ട് മോനെ എഴുന്നേൽക്കും, മോനെ നമുക്ക് ക്ലാസ് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എഴുന്നേൽപ്പിച്ചിട്ട് എനിക്കേ മടിയാണ് അവനെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടിയിട്ട്. പാവം നല്ലോണം കിടന്നുറങ്ങിയായിരുന്നേ. റോഡൊക്കെ അതേ മുന്നിലോട്ട് വന്ന് നോക്കുമ്പോൾ ശൂന്യമായി കിടക്കുന്നുണ്ട് കേട്ടോ. ഇത് കുറച്ച് നേരത്തേക്കുള്ള ശൂന്യത മാത്രമാണ് കേട്ടോ. കുറേ കഴിയുമ്പോൾ ഇവിടെ ബഹളമൊക്കെ ആയിരിക്കും കേട്ടോ. ബഹളവും ബസ്സും സ്കൂൾ ബസ്സും അതുപോലെ തന്നെ കുട്ടികളൊക്കെ ആയിരിക്കും കേട്ടോ. ഒരു 9 മണി 8:30 ആകുമ്പോൾ തന്നെ ഇവിടെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കുട്ടികൾ പോകുന്ന കാണാം. 2 സ്കൂളുകളാണ് നമ്മൾ അടുത്തടുത്തുള്ളത് കേട്ടോ. WMൻ്റെ തന്നെ ഇംഗ്ലീഷ് മീഡിയം ഉണ്ട്, മലയാളം മീഡിയം ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ അപ്പുണ്ണിക്കുന്ന കളർ ഡ്രസ്സാണ്, അതുകൊണ്ട് പുതിയത് തന്നെയാണ് അവന് വാങ്ങിയിട്ടുള്ളത്. ഒരു ട്രൗസർ, ഒരു ബനിയനൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അവനെ എഴുന്നേൽപ്പിച്ച് അവിടെ തലയൊക്കെ ചെറിഞ്ഞ് കുരങ്ങന്മാരെ പോലെ അങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇനി അവനെ പല്ലെല്ലാം തേപ്പിച്ചൊന്ന് കുളിപ്പിച്ച് എടുക്കണം. അപ്പം മടിച്ചാണ് ആശ നീറ്റിരുന്നത്. കാരണം ഉറക്കം ഞാൻ പറഞ്ഞില്ലേ 10:30 വരെയൊക്കെ കിടന്നുറങ്ങുന്നതാണ്. പിന്നെ ഇത് ഏട്ടനുള്ള ഭക്ഷണമെല്ലാം ഇവിടെ എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പണിക്ക് സ്നാക്സ് ആക്കി ഒരു മഞ്ചിൻ്റെ ഒരു എന്താ പറയുന്നത് ചോക്കോസ് പോലെ ഒരു സംഭവമായിരുന്നു കേട്ടോ. അത് വേണമെന്ന് പറഞ്ഞാൽ ചോക്കോസ് ഫിൽസ് അത് ആ സംഭവം ആക്കി കൊടുത്തിട്ടുണ്ട്. അത് ഇന്നലെ വാശി പിടിച്ച് വാങ്ങിയതാണ്. പിന്നെ അത് ഇങ്ങനെ ഒരു കേക്കും കൂടെ ആക്കി കൊടുത്തിട്ടുണ്ട്. അവൻ പറഞ്ഞ് എനിക്ക് ആ എന്താ പറയുന്നത് ചോക്കോസ് മാത്രം മതി എന്നാണ് പറഞ്ഞത് കേട്ടോ. പിന്നെ ഞാൻ നിർബന്ധിച്ചിട്ടാണ് ആ ഒരു കേക്കും കൂടെ വെച്ച് കൊടുത്തത്. അവൻ അങ്ങനെ എന്താ പറയുന്നത് ഭയങ്കര മടിയാണ് അവന് സ്നാക്സൊക്കെ കുറേ കൊണ്ടുപോകാൻ കേട്ടോ. എനിക്കാണെങ്കിൽ സമാധാനം ഉണ്ടാവില്ല. അവന് വയറ് നിറയില്ലേ എന്നുള്ളൊരു എന്താ പറയുക ടെൻഷനാണ്. അതുകൊണ്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ ഒരെണ്ണം കൂടെ ആക്കി കൊടുക്കും. പിന്നെ ഇതേ സ്നാക്സും വെള്ളമെല്ലാം ആക്കി അവനെ കുളിപ്പിച്ച് കുട്ടപ്പനാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതേ മുടിയെല്ലാം ഒന്ന് വാരി ചീവിയൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഹെയറൊക്കെ നമ്മൾ വെട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അധികം വെട്ടിയിട്ടില്ല. പുണ്ണിക്ക് നെറ്റി ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞില്ലേ ഇനി ഹെയർ മുന്നിലോട്ട് ഇങ്ങനെ നമ്മളൊരു ഹെയർ സ്റ്റൈൽ ആക്കി കൊണ്ടുവരാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. മുന്നിലോട്ട് ഇങ്ങനെ മുടി ഇങ്ങനെ ചീവിട്ട് കൊടുക്കുക കേട്ടോ. കാരണം അവന് നെറ്റി നല്ല നീട്ടുള്ളതുകൊണ്ട് തള്ളി നിൽക്കുന്നുണ്ട്. അവന് ഈ ഹെയർ സ്റ്റൈൽ ആകുമ്പോൾ അധികം നെറ്റീൻ്റെ ആ ഒരു പ്രശ്നം അറിയില്ല. അതുകൊണ്ട് ഇനി നമുക്ക് നല്ലോണം ഹെയർ വളർത്തിയിട്ട് അങ്ങനെ ഷേപ്പാക്കി കൊടുക്കാമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. എപ്പോഴും 1 സൈഡാണ് വെട്ടി കൊടുക്കാറ്. അപ്പോൾ ഇപ്രാവശ്യം ഒന്ന് നമ്മൾ ചേഞ്ച് വരുത്തി അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ കുഞ്ഞിതേ പോകാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുകയാണ്. എനിക്ക് ഉമ്മയൊക്കെ തന്ന് പാവം എൻ്റെ കുട്ടി ഇനി സ്കൂളിലായിരിക്കും അധികം നേരം എൻ്റെ കൂടെ വികൃതിയൊന്നും കളിച്ച് നടക്കുക. അപ്പുണ്ണി അങ്ങനെ വികൃതിയൊന്നുമില്ല കേട്ടോ. പിന്നെ കുഞ്ഞുമാണ് ഭയങ്കര വികൃതി. കുഞ്ഞും അപ്പും കൂടെ ചേർന്നിട്ടുണ്ടെങ്കിൽ കുഞ്ഞുണ്ണിയാണ് ബഹളം ഉണ്ടാക്കലും വികൃതി ഉണ്ടാക്കലും ഒക്കെ കേട്ടോ. പാവൻ്റെ കൊച്ച് ബസ്സിന് കാത്തു നിൽക്കുകയാണ് കേട്ടോ. എനിക്ക് ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ ഭയങ്കര സത്യം പറഞ്ഞാൽ ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ. അവൻ പോവുകയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് നേരം ഞങ്ങൾ ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ബസ്സിന് വേണ്ടിയിട്ട്. അവനാണെങ്കിൽ പല്ലിളക്കിയും കൊണ്ടിരിക്കുന്നത്. ഏതൊക്കെയോ പല്ല് ഇളകുന്നുണ്ടമ്മയെന്ന് പറഞ്ഞിട്ട് വായിൽ തന്നെയാണ് ഏത് നേരം കൈ. അപ്പം ഞാൻ കൈയെടുക്കുമനെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ സ്കൂളിൽ പോകാൻ അവന് ഹാപ്പിയാണ് കേട്ടോ. കാരണം കുറേ ആയിട്ട് വെക്കേഷനല്ല. അപ്പോൾ എല്ലാവരും കാണാൻ പുതിയ കുട്ടികളുണ്ട്. പിന്നെ എന്താ പറയുന്നത് ഭയങ്കര ഹാപ്പിയാണ് അവൻ. അങ്ങനെ അപ്പുണ്ണിയുടെ ബസ് വന്നിട്ടുണ്ട്, സ്കൂൾ ബസ് വന്നിട്ടുണ്ട്. അങ്ങനെ അവിടെ നിന്ന് അതേ തിരിച്ച് നമ്മുടെ അപ്പുണ്ണീനെ ഞാൻ വണ്ടി കയറ്റി കൊടുക്കുന്നുണ്ട്. അപ്പുണ്ണീനെയാണ് ഫസ്റ്റ് എടുക്കുന്നത് കേട്ടോ. പൊതുവേ നമ്മൾ താഴെ നിൽക്കുന്ന സമയത്ത് അപ്പുണ്ണീനെ, സിദ്ധുവിനെ, പാറുവിനെയാണ് ആദ്യം എടുക്കാറ്. ഇപ്പോൾ അപ്പുണ്ണി കുറച്ചുകൂടെ വിട്ടായതുകൊണ്ട് അവനെയാണ് ആദ്യം വന്ന് എടുക്കുന്നത് കേട്ടോ. ഇനി അവിടെ എത്തിയിട്ട് പിന്നെ സിദ്ധു
സിദ്ധും പാറും എല്ലാം എന്താ പറയുക മുട്ടിൽ നിന്ന് കയറും കേട്ടോ. അങ്ങനെ നമ്മുടെ അപ്പുണ്ണി നല്ല ഹാപ്പി ആയിട്ട് എന്താ പറയുന്നത് വണ്ടിയിലൊക്കെ കയറിയിട്ടുണ്ട്. അവന് ഫ്രണ്ടിലിരിക്കാനാണ് ഭയങ്കര ഇഷ്ടം. ഫ്രണ്ടിലിരിക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം കേട്ടോ. സിദ്ധുവിനും പാറുവിനും ഒക്കെ ഇഷ്ടം ഫ്രണ്ടിലിരിക്കാനാണ്. അവരടിയാണ് ഫ്രണ്ടിലിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ ടാറ്റ ബൈ സി എല്ലാം പറഞ്ഞാൽ നമ്മുടെ അപ്പുണ്ണി പോയിട്ടുണ്ട്. പിന്നെ നേരെ ഞാൻ വീട്ടിലേക്ക് വിട്ടു കേട്ടോ. വീട്ടിലേക്ക് വിട്ടതിന് ശേഷം അടിച്ച് വാരാമെന്ന് വിചാരിച്ചു. കാരണം എന്താ പറയുന്നത് പെട്ടെന്ന് അങ്ങ് കുഞ്ഞുണ്ണി ഒതുങ്ങിയിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു വേഗം ഒന്ന് അടിച്ച് വാരിയിടാന്നാണ്. തുടക്കലൊക്കെ പിന്നെ അമ്മ തുടച്ചോളും. ഞാൻ വെറുതെ എനിക്കുള്ളൊരു മെയിനായിട്ടുള്ള പണി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അടിച്ച് വാരലൊക്കെയാണ് കേട്ടോ. കസാരയെല്ലാം ഒതുക്കി വെച്ചതിന് ശേഷം നമ്മൾ ഒതുക്കി വെക്കല്ല നിരത്തി വെക്കുകയാണ് കേട്ടോ. നിരത്തി വെച്ചതിന് ശേഷം അടിച്ച് വാരിക്കൊണ്ടിരിക്കുകയാണ്. ഒതുക്കി പെറുക്കാനൊന്നും അധികമല്ല. ഹാളിൽ നമ്മൾ അധികം സാധനങ്ങളൊന്നും വെച്ചിട്ടില്ല കേട്ടോ. നിലത്ത് കാവിട്ടാലും നല്ല അടിപൊളിയാണ് കേട്ടോ. നമ്മൾ അടിച്ച് തുടച്ച് വരുമ്പോൾ നല്ല വൃത്തിയാണ്. അപ്പോൾ ടൈൽസ് പോലെ തന്നെയാണ്. ടൈൽസിനേക്കാളും എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ വൃത്തിയായി തോന്നുന്ന കാവിയാണ് കേട്ടോ. പിന്നെ കാവിയിൽ പെട്ടെന്ന് ഇങ്ങനെ സ്ക്രാച്ച് അതുപോലെ തന്നെ പൊട്ടിപ്പൊളിയാനൊക്കെ സാധ്യത ഉണ്ട്. അതുകൊണ്ടായിരിക്കും എല്ലാവരും ടൈൽസ് ചൂസ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു. പക്ഷേ ഇത് വലിയ എന്താ പറയുക നല്ല വൃത്തികേടൊന്നും ഇല്ലാത്ത കാവിയായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല വൃത്തി ഉണ്ടായിരുന്നു അടിച്ച് തുടച്ച് കഴിയുമ്പോൾ. പിന്നെ അതേ അതിനുശേഷം അങ്ങനെ അടിച്ചു വാരലെല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് വന്ന് നോക്കിയപ്പോൾ കണ്ട കാഴ്ചയാണ് ഗൈസ് ഇത്. ഒക്കെ നല്ല മഴയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് ഇതേ സ്കൂൾ ബസ്സൊക്കെ കണ്ടില്ലേ, നമ്മുടെ ഫ്രണ്ടിലുള്ള സ്കൂൾ ബസ്സെല്ലാം വന്നു. കുട്ടികളെല്ലാം സ്കൂളിലേക്ക് എത്തിയിട്ടുണ്ട്. റോഡ് പിന്നെ ശൂന്യമായി. ഇനി ഇതേ റോഡ് ഉണരണമെങ്കിൽ നമുക്ക് വൈകുന്നേരം ആവണം കേട്ടോ. കുട്ടികളൊക്കെ പടയോട്ടായിരിക്കും സ്കൂൾ വിട്ടാൽ. പിന്നെ അങ്ങനെ കുറച്ച് നേരം പുറത്തു പോയി കുറച്ച് വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം പിന്നെ അകത്ത് വന്ന് ചായ കുടിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ദോശയും അതുപോലെ തന്നെ ചിക്കൻ കറിയും നല്ല കട്ടൻ ചായ ആയിരുന്നു. ഞാനാണ് ലേറ്റ് ആയത് ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. ചായ കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എഡിറ്റിങ് കാര്യങ്ങൾ വീഡിയോ ഷൂട്ടിംഗ് ഒക്കെയാണ് എനിക്കുള്ള പരിപാടി. പിന്നെ കുഞ്ഞുനൊക്കെ അമ്മ ഭക്ഷണമൊക്കെ കൊടുത്തു അവനെല്ലാം സെറ്റാക്കി അവിടെ ഇരുത്തിയിട്ടുണ്ട്. അവൻ നല്ല കളിയിലാണ് കേട്ടോ. അങ്ങനെ ഉച്ചയായപ്പോൾ പിന്നെ ചോറ് കഴിച്ചു. ചോറിനും ചിക്കൻ കറിയും അച്ചാറും ആയിരുന്നു കേട്ടോ. നമ്മൾ സ്പെഷ്യലായിട്ടൊന്നും വേറെ വെച്ചില്ല. പിന്നെ കുഞ്ഞിന് ഇവിടെ ഒരേ കളിയാണ്. അവൻ്റെ ചോറ് തീറ്റയൊക്കെ കഴിഞ്ഞു കേട്ടോ. നമ്മൾ രാവിലെ ചായ കുടിയെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ വീഡിയോസ് ഒന്നും എടുത്തില്ല. കാരണം എനിക്ക് കുറച്ച് എഡിറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എഡിറ്റിങ്ങിലൊക്കെ മുഴുകി അങ്ങനെ ഇരുന്നു. പിന്നെ കുഞ്ഞുവാണെങ്കിൽ കളിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു. അവൻ ഇടയ്ക്കും തലക്കൊക്കെ ആയിട്ട് അമ്മ വെള്ളം കൊടുക്കുന്നു, സ്നാക്സ് ഒക്കെ കൊടുക്കുന്നു. അവനങ്ങനെ സെറ്റാക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ എടുക്കുന്നതാണ് ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ നേരത്താണ് ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങിയതാണല്ലോ, വീഡിയോ എടുത്തില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചത്. മുൻപിൽ വാതിൽ തുറന്നുള്ള അവസ്ഥ കേട്ടോ. കുഞ്ഞ് പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ അവനെ അകത്ത് കയറാൻ ഭയങ്കര മടിയാണ്. അപ്പം മഴയും കൂടെ കണ്ടതിന് ശേഷം അവൻ ആ ഓട്ടേൻ്റെ ഉള്ളിൽ കൂടെ കൈയിട്ട് നോക്കുകയാണ്. മഴവെള്ളം എങ്ങാനും കയ്യിൽ വീഴുമോ എന്നുള്ളതുകൊണ്ട് അവനതേ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, വാശി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ത് വാശി കാണിച്ചാലും അവൻ ആളില്ലാണ്ട് പുറത്തേക്ക് ഇറക്കാറില്ല കേട്ടോ. ഞങ്ങൾ ഫ്രണ്ടിലെ വാതിൽ അടച്ചിടാറാണ് പതിവ്, കുറ്റിയിട്ടങ്ങ് ഇടും. പിന്നെ വൈകുന്നേരം ആയിട്ടതേ മത്തി കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല വലിയ ചാളയായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മ അത് നന്നാക്കാനാണെങ്കിൽ നമുക്ക് കറി വെക്കണം. രാത്രിത്തേക്ക് ഇന്ന് മത്തിക്കറിയാണ് ഗൈസ്. മത്തിക്കറിയും ഉണ്ട് തൈരും ഉണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഇന്ന് നമുക്ക് രാത്രി സ്പെഷ്യൽ. അപ്പോൾ അതേ മത്തിയുടെ മുട്ടയുണ്ടായിരുന്നു. മുട്ട എണറ് അതുപോലെ തന്നെ ഇവിടെ എണറ് എന്നാണ് കേട്ടോ ഇതിന് പറയാറ്. മത്തിയുടെ മുട്ടയ്ക്ക് അങ്ങനെ ചോറ് വെള്ളം അതെല്ലാം സെറ്റായിരുന്നു കേട്ടോ. ഇത് നമുക്കൊന്നുമില്ല, കറി മാത്രം വെച്ചാൽ മതി. കുഞ്ഞിൻ്റെ കുളിയും നനയെല്ലാം കഴിഞ്ഞ് കുഞ്ഞു ഇവിടെ ടി വി എല്ലാം കണ്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പുണ്ണിയാണെങ്കിൽ പെട്ടെന്ന് സ്കൂൾ വിട്ട് വന്ന് ചായ കുടിയെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് നേരം കിടന്നുറങ്ങി. അവൻ എന്തോ ഭയങ്കര ഒരു ക്ഷീണം പോലെ അവൻ കിടന്നുറങ്ങി കേട്ടോ. പിന്നെ ദേ മത്തി കുറച്ച് നമ്മൾ വറക്കാൻ വേണ്ടി എല്ലാ മസാലയും പുരട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ കറിക്കുള്ളതെല്ലാം ഇവിടെ അരിഞ്ഞ് സെറ്റാക്കുന്നുണ്ട്. പിന്നെ കറിക്കുള്ള പൊടികളെല്ലാം ഇവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട്. കുഞ്ഞുണ്ണിയാണെങ്കിൽ ഇതേ എന്തോ ഒന്ന് സ്നാക്സൊക്കെ കഴിച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അവൻ അങ്ങനെ ഇരുന്നോളും, കുറേയൊക്കെ കഴിക്കും, കുറേയൊക്കെ കളയും, കുറേയൊക്കെ കളിക്കും. അങ്ങനെയൊക്കെയാണ് അവൻ്റെ ഒരു അവസ്ഥ. പിന്നെ എന്നിട്ട് ഞങ്ങളൊന്ന് ടൗണിൽ പോയിരുന്നു. അപ്പുണ്ണി പറഞ്ഞിരുന്നു അവനൊരു റഫ് നോട്ട് അതുപോലെ ക്രയോൺസൊക്കെ വേണമെന്ന്. അപ്പോൾ അതെല്ലാം വാങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ടൗണിൽ പോയപ്പോൾ പാലും അതുപോലെ തന്നെ പഞ്ചസാരയും വെളിച്ചെണ്ണയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, കഴിയാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടെ വാങ്ങി. പിന്നെ അപ്പുണ്ണീൻ്റെ റഫ് നോട്ട് നമുക്കിനി പൊതിഞ്ഞ് സെറ്റാക്കി കൊടുക്കാനുണ്ട്. പിന്നെ ക്രയോൺസ് കേട്ടോ, അത് രണ്ടാവും പറഞ്ഞിട്ടായിരുന്നു. മാം പറഞ്ഞു അമ്മ അതും കൂടെ കൊണ്ടുവരണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഞാൻ മാറ്റി വെച്ചിട്ട് പെട്ടെന്ന് അതെല്ലാം പൊതി ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോഴും ഉറങ്ങുകയാണ് അവൻ. ഞങ്ങൾ ടൗണിൽ പോയി വന്നൊന്നും അവൻ അറിഞ്ഞിട്ടില്ല. അവൻ എഴുന്നേറ്റ് വന്നപ്പോൾ ഞാനിതൊക്കെ കാണിച്ചു കൊടുത്തപ്പോൾ ആൾ നല്ല ഹാപ്പി ആയിട്ടോ. അങ്ങനെ ഇതാണ് നമ്മുടെ അപ്പുണ്ണിക്ക് വാങ്ങിയത്, ക്രയോൺസും കുഞ്ഞൊരു ക്രയോൺസും ബുക്കും. അതാണ് കേട്ടോ, റഫ് നോട്ടാണ്. അങ്ങനെ ഞങ്ങൾ ചോറ് ഉണ്ണാൻ വേണ്ടി പോവാണ്. കുഞ്ഞിനുള്ള ചോറാണ് അവിടെ അമ്മ എടുത്തിട്ടുള്ളത്. അവനാണ് ആദ്യം ചോറ് കൊടുക്കുന്നത്. അങ്ങനെ മത്തിയും കൂടെ കൂട്ടിയിട്ട് അമ്മ കുഞ്ഞിന് ചോറ് കൊടുത്തു. പിന്നെ ദേ ഇവിടെ കറിയെല്ലാം സെറ്റ് ചെയ്ത് നല്ല പുളിമുളകൊക്കെ ഇട്ട് വെച്ച് നല്ല മത്തിക്കറി. നമ്മൾ തലയും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല വലിയ മത്തിയായിരുന്നു. അപ്പോൾ നല്ല വലിയ തലയായിരുന്നു. അപ്പോൾ തലയും നമ്മൾ വെറുതെ കളഞ്ഞില്ല, തലയും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മത്തിക്കറിക്ക് പൊതുവെ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇന്ന് വെച്ച നാളെ കൂട്ടണം, അങ്ങനെയാണ് അതിൻ്റെ ഒരു രുചി കൂടുതൽ, അങ്ങനെയാണ് കേട്ടോ. തലേന്ന് വെച്ച കറിക്കായിരിക്കും പ്രത്യേക ഒരു രുചി കൂടുതൽ. പിന്നെ ഇത് ഞാനും ചോറുണ്ണാൻ വേണ്ടി പോകുന്നത് എനിക്കും അപ്പുണ്ണിക്കും കൂടെ 2 മത്തി വറുത്തെടുത്തിട്ടുണ്ട്. പിന്നെ ചിക്കൻ കറി ഉണ്ട്, രാത്രി ഇന്നലെ വെച്ച് കുറച്ച് ചിക്കൻ കറി ഉണ്ട്. പിന്നെ കുറച്ച് തൈരുണ്ട്. അതെല്ലാം കൂടിയിട്ട് ഞാൻ അപ്പൂനും വാരി കൊടുക്കണം, ഞാനും കഴിക്കണം. അതിന് ശേഷം ചോറെല്ലാം കഴിച്ചതിന് ശേഷം അപ്പുണ്ണിക്കൊക്കെ ഒരു ഗ്ലാസ് പാലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷം ഇത്രയുള്ള പുതിയ വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.